ആയിട്ട് ബ്ലാക്കിൽ കുറച്ച് ഫ്ലവേഴ്സും ബട്ടർഫ്ലൈ ഒക്കെ തന്നെ ഒരു നല്ലൊരു വി ഹാവ് ലവ് ടു ഹിയർ ഫ്രം യുവർ അബൌട്ട് വാട്ട് യു ലൈക്ക് ദ ബെസ്റ്റ് അബൌട്ട് അവർ പ്രൊഡക്ട്സ് കേട്ടോ. കണ്ടീഷണർ ടെൻഷൻ അടിച്ചിട്ട് പിന്നെയും മുടി പോകാൻ എന്നല്ലാതെ വേറെ യാതൊരുവിധ ഉപയോഗവും ഈ ടെൻഷൻ കൊണ്ടില്ല. ഹേ മൈ ഡിയേഴ്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഹെയർ കെയർ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് മാറ്റം തോന്നിയിട്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. എന്താണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു 1 ഇയർ മുന്നേ വരെ, 1 ഇയർ ആയിട്ടില്ല, ഒരു 6 to 7 months മുന്നേ വരെ എൻ്റെ ഹെയർ ഭയങ്കര ഡാമേജ്ഡ് ആയിരുന്നു. കടലിൽ കുളിക്കുന്നത് അങ്ങനത്തെയൊക്കെ കുറച്ച് സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റേ ചെയ്ത ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോസ്റ്റൽ പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡാമേജ്ഡ് ആയിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ഹെയർ ഒന്ന് ഷോർട്ടാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇതെല്ലാം ചെയ്തപ്പോഴും എനിക്ക് കൊഴിച്ചിലിന് യാതൊരുവിധ കുറവുമില്ലായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പ്രൊഡക്റ്റ് ആദ്യം കാണുന്നത് പേളിമാണിയുടെ പേജിലാണ്. ഓക്കെ, Q&A സെഷനിലാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 2-3 ടൈംസ് ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രൊമോഷൻ ആണോ, ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ പ്രൊമോഷൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. പിന്നെയും ഞാൻ എവിടേക്കോ ഞാൻ കണ്ടു. അപ്പോൾ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പോലെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു, പേളിമാണിയുടെ ഹെയർ നമുക്ക് അറിയാമല്ലോ, കേളി ആണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടുള്ള ഹെയർ ആണ്, ആ ഹെയറിന് ഇത് ഹെൽപ്ഫുള്ളാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് വാങ്ങിയാലോ എന്നുള്ളൊരു തോന്നൽ തോന്നി. അപ്പോൾ ഹെയർ 2-3 ടൈംസ് ഞാൻ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ അത്ര ഡാമേജ്ഡ് ആണോ എന്ന് വെച്ചാൽ അല്ല, ആ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഒക്കെ പോയി. കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇതിൽ തന്നെയാണുള്ളത്. ഇപ്പം ഞാൻ ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, നാച്ചുറൽ ഹെയറിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കുറച്ച് നീണ്ടുപോയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാ പ്രൊഡക്റ്റ് എന്ന് കണ്ടാലോ. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ, കണ്ടില്ലേ? ഫ്ലോറൽ ഡിസൈനായിട്ട് ബ്ലാക്കിൽ കുറച്ച് ഫ്ലവേഴ്സും ബട്ടർഫ്ലൈയും ഒക്കെ വരുന്ന ഒരു നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് പോലെ, നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ബോക്സാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വി ഹാഡ് ലവ് ടു ഹിയർ ഫ്രം യുവർ അബൌട്ട് വാട്ട് യു ലൈക്ക് ദ ബെസ്റ്റ് അബൌട്ട് അവർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് അവരുടെ 7 years കംപ്ലീറ്റ് ആയതിൻ്റെ സമയത്തൊരു ഓഫർ സെയിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓയിൽ കേട്ടോ. കണ്ടീഷണർ ഉണ്ട്, ഷാമ്പൂ ഉണ്ട്. പിന്നെ ഇത് എനിക്ക് അതിൻ്റെ കൂടെ 7 years കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫർ സെയിലിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രീ പാക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ആ ഓയിൽ, ബ്ലാക്ക് ചാം ഹെയർ ഫോൾ കൺട്രോൾ ഓയിൽ. ഓക്കെ, 200 ml ആണുള്ളത്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓവർനൈറ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്തൊരു 2 hours ചിലപ്പോൾ എനിക്ക് സമയമുള്ള പോലെ, അല്ലെങ്കിൽ ഒരു 30 minutes to 1 hour വരെ ഞാൻ വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഇത് അലോവേര ഷാമ്പൂ. ഞാൻ അലോവേര ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ പക്ഷേ വേറെ ഓപ്ഷൻ ഉണ്ട്, ഹിബിസ്കസ് ഷാമ്പൂവിന് ഓപ്ഷൻ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് അലോവേര ഷാമ്പൂ ആണ്. ഓക്കെ, അത് വെച്ചിട്ട് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് എല്ലാത്തിനും. ഒരു ആയുർവേദിക് കൈൻഡ് ഓഫ് ടെക്സ്ചറുള്ള സ്മെല്ലാണ് എല്ലാ പ്രൊഡക്റ്റിനും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ കണ്ടീഷണർ വന്നിട്ട് അതിൻ്റെ ഫ്ലാക്സ് സീഡ്സ് ആൻഡ് മാംഗോൻ്റെ കണ്ടീഷണറാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കിട്ടിയത് ഞാൻ പറയില്ലേ, ഒരു ഷാമ്പൂ ഉണ്ട് അവരുടെ ഹിബിസ്കസ് ഷാമ്പൂ. അത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. യൂസ് ചെയ്ത് നോക്കണം, എങ്ങനെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഒന്നും ചെയ്യണം എന്ന് ഇതുവരെ വിചാരിച്ചിരുന്നതല്ല. ഞാനിത് ചെയ്യാനുള്ള വലിയൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലെ മുടിക്കൊക്കെ എന്തെങ്കിലും പറ്റുമ്പോഴേക്കും ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പിന്നെയും മുടി പോകുക എന്നല്ലാതെ വേറെ യാതൊരുവിധ ഉപയോഗവും ഈ ടെൻഷൻ കൊണ്ടില്ല. അപ്പോൾ ഇത് പറയാൻ ഞാൻ അർഹയില്ല, പക്ഷേ ഞാൻ പറയുകയാണ് എന്നാലും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മുടി പോവാതെ നിൽക്കില്ല. പോകുമ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ ടേക്ക് കെയർ ചെയ്യുക. മുടീൻ്റെ വലിയൊരു റീസൺ ചിലപ്പോൾ ഹോർമോണൽ ഇഷ്യൂ ഉണ്ടാവും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ടെൻഷൻ, പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ എന്താണോ നമ്മളുടെ കാരണം എന്ന് ഫസ്റ്റ് അറിയണം. എന്നിട്ട് ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്താൽ എന്തായാലും നമുക്ക് ഗുണം ഉണ്ടാവും. പക്ഷെ ഫസ്റ്റ് മുടി പോകാനുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, കൂടെ തന്നെ നമ്മളും കെയർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ തന്നെ മുടിക്കൊക്കെ ഏകദേശം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ മുടി അങ്ങ് വളർന്നോളും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡക്ട്സ് മാറ്റുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പ്രൊഡക്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് എനിക്ക് നല്ല വ്യത്യാസം തോന്നി. വേറൊരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് അത്ര വലിയ എന്താ പറയുക, അത്ര ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്യും. ഈവൻ അത് ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതുവരെ വീഡിയോയിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല, ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.